നല്ല പുളി വേണം. നല്ല ഉപ്പുണ്ട്. ചടമങ്ങ വേണോ? ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എൻ്റെ അടുക്കളയൊന്ന് ക്ലീൻ ചെയ്യുന്ന കേട്ടോ. വലിയ സൗകര്യങ്ങളുള്ള അടുക്കളയൊന്നുമല്ല, നമ്മുടെ വാടക വീടാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയും കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവർക്ക് അറിയത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ആദ്യം സബ്ബാക്കാനും ലൈക്ക് തരാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് കുഞ്ഞടുക്കളയെ പറ്റിയ കേട്ടോ. നമ്മുടെ വാടക വീടാണെങ്കിലും വളരെ സൗകര്യങ്ങൾ കുറവ് കേട്ടോ. ഒരു 85 വർഷം പഴക്കമുള്ള വീടായതുകൊണ്ട് അതിനനുസരിച്ചുള്ള പഴയ മോഡലിലുള്ള രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ നമുക്കുള്ളൂ. അപ്പോൾ എല്ലാ പോലെ ഇപ്പോഴത്തെ ന്യൂജൻ രീതിയിലുള്ള ഒരു സൗകര്യങ്ങളും നമ്മുടെ ഈ അടുക്കളയിലില്ല. പക്ഷേ ഞാൻ മുമ്പ് ജീവിച്ച് വന്നൊരു ജീവിത രീതി വെച്ച് പറയുകയാണെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ എനിക്ക് ഒത്തിരി വലുതാണ് കേട്ടോ. ഒരു 10 വർഷത്തോളമായിട്ട് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുവാണേ. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് വാടകയ്ക്ക് മാറുമ്പോഴത്തേക്കും ഒരു 500 രൂപയാണ് വാടക. അതായത് ഒരു കുഞ്ഞു മുറിയും ഒരു കുഞ്ഞടുക്കള. നമുക്കത് തരുന്നവരുടെ പശുത്തൊഴുത്തായിരുന്നേ. അവർ വേറെ വീടെല്ലാം വെച്ച് പശുവിനെയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പം അവരത് മുകളിലോട്ട് കട്ട കെട്ടിയിട്ട് കുഞ്ഞു ഫാമിലിക്കായിട്ട് വാടകയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അവിടെ അത്രയും സൗകര്യമൊക്കെ ഉള്ളൂ. അപ്പോൾ സെപ്പറേറ്റ് നമ്മൾ വാടകയ്ക്ക് ചെന്നപ്പോൾ ഒരു കുഞ്ഞടുപ്പ് വാങ്ങിച്ച് വെച്ചിട്ട് അങ്ങനെയായിരുന്നു കഴിഞ്ഞുകൊണ്ടിരുന്നത്. കറണ്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. സന്ധ്യ ആകുമ്പോഴത്തേക്കും അവരുടെ വീട്ടിൽ നിന്ന് ഒരു വയറിൽ നമുക്ക് കറണ്ട് തരും. രാവിലെ 6 മണിയാകുമ്പോൾ അവരങ്ങ് ഊരും. രാത്രിയിലത്തേക്ക് മാത്രം വൈകുന്നേരം 6:30 7 മണിയാകുമ്പോൾ അങ്ങനെയായിരുന്നു കേട്ടോ ജീവിച്ച് വന്നത്. അവിടെ ഒരു വർഷം താമസിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മോള് ജനിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഞങ്ങൾ ഗ്യാസ് അടുപ്പ് എടുക്കുന്നത്. അപ്പോഴും മിക്സി ഒന്നുമില്ല, അരകല്ലിലാട്ടോ അരയ്ക്കുന്നതൊക്കെ. അല്ലെങ്കിൽ കുഞ്ഞിനെ ഗർഭിണിയായ സമയത്തൊക്കെ അപ്പുറത്തോ ഇപ്പുറത്തോ കുറച്ച് ഇത്താമാരുണ്ടേ, ഒത്തിരി ഇന്നും നല്ല ഓർമ്മകളുള്ള കേട്ടോ അവർ. അപ്പോൾ അവരുടെ അടുത്തോട്ട് ചെന്നിട്ട് ആരെങ്കിലും കൊണ്ട് ഒന്ന് അരപ്പിക്കും. ഒന്ന് അരച്ച് തരാമോ എന്ന് ചോദിക്കും. അവരാരെങ്കിലും അരച്ച് തരും. അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് മാറിക്കഴിഞ്ഞിട്ട് പിന്നെ അതിന് ശേഷം മാറിയ 2 വീടും ഈ പറഞ്ഞ കണക്ക് പലക അടിച്ച കുഞ്ഞു വരെയായിരുന്നേ. കുഞ്ഞു കുഞ്ഞു സൗകര്യങ്ങളേ ഉള്ളൂ. നമുക്കൊന്ന് നിന്ന് തിരിയാൻ പോലും സൗകര്യമില്ലായിരുന്നു. അതിനുശേഷം ഒരു 4 വർഷമായിട്ടാണ് കേട്ടോ അമ്പലപ്പുഴ അമ്പലത്തിനടുത്തോട്ട് നമ്മൾ വാടകയ്ക്ക് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം താമസിക്കുന്ന വീടിനെക്കാട്ടി മുമ്പ് താമസിക്കുന്ന വീട് അത് കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉള്ള വീടായിരുന്നു. പക്ഷേ നിറച്ചും വെള്ളം നിൽക്കുമായിരുന്നു. ബാത്റൂമിലൊക്കെ പോകാൻ നമുക്ക് വെള്ളം നിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ. അതിനുശേഷം നമ്മളിപ്പോൾ താമസിക്കുന്ന വീട്ടിലോട്ട് വാടകയ്ക്ക് മാറിയിട്ട് 4-ാമത്തെ വർഷം കേട്ടോ. ഇതൊരു 85 വർഷമുള്ള പഴക്കമുള്ള വീടാണ്. അപ്പോൾ ഇത്രയും കുഞ്ഞു കുഞ്ഞു സൗകര്യങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് ഇപ്പം നമ്മുടെ ഈ അടുക്കള എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് വലിയ സംഭവമായിട്ടാണ് കേട്ടോ. ചിലരുടെ വീഡിയോ കാണുമ്പോൾ ഞാൻ ആലോചിക്കും ഇപ്പോഴും ഇത്രയൊക്കെ സൗകര്യങ്ങളായല്ലോ എന്ന്. അപ്പം സ്വന്തമായിട്ടൊരു വീട് വെക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് സൗകര്യങ്ങളിലൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഇത്രയും കുഞ്ഞടുക്കളയിൽ എൻ്റെതായ കുഞ്ഞു കുഞ്ഞു സാഹചര്യങ്ങളിൽ 500 രൂപ വാടകയ്ക്ക് തുടങ്ങിയിട്ട് ഇപ്പം നമ്മൾ ഇതിനൊരു 5000 രൂപയൊക്കെ ആയിട്ടോ വാടക കൊടുക്കുന്നത്. അപ്പോൾ ഈ 5000 രൂപ വാടകയിലൊക്കെ താമസിക്കുമ്പോഴത്തേക്കും എനിക്കിതൊക്കെ ഭയങ്കര സൗകര്യമായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അകത്ത് അടുപ്പും പാചകമൊക്കെ ഇളക്കി അടുപ്പും ഉണ്ടായിരുന്നതാണ്. അവരതൊക്കെ പൊളിച്ചിട്ട് പ്ലെയിൻ ആക്കി ഇട്ടേക്കുക. ഇത് കണ്ടോ, ഇങ്ങനെ തറയാക്കി ഇട്ടേക്കുക. അപ്പോൾ ഇവിടെ ഇതിന് മുമ്പ് ഞാൻ ഷീറ്റാട്ടോ ഇട്ടിരുന്നത്. അപ്പം ആ ഷീറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് താഴെ കുഞ്ഞിന് ഉറുമ്പ് വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനുശേഷം ഞാനിങ്ങനെ ക്ലീൻ ആക്കിയിട്ട് കർട്ടൻ്റെ 2 ഇരുന്ന് കേട്ടോ. അത് കട്ട് ചെയ്തിട്ട് 2 സൈഡിലേക്ക് ഇട്ടേക്കും. അതാകുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. മറ്റേ ഷീറ്റാകുമ്പോൾ വെള്ളമായിട്ട് പെട്ടെന്ന് നിലത്തോട്ട് ഒട്ടും. പിന്നെ ഇത് ഒരു 2 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കേട്ടോ. ഈ പാത്രം വെക്കുന്ന സ്റ്റാൻഡും 2 ഉള്ളിക്കൊട്ടയും. ഈ 2 ഉള്ളി ഇടാൻ വാങ്ങിച്ചാണെങ്കിലും ടിന്നൊക്കെ വെക്കാനായിട്ട് വേറെ ഷെൽഫൊന്നും ഇവിടെ ഇല്ല. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം അതുമല്ല ഞാൻ വൃത്തിയാക്കി വെച്ച് കേട്ടോ. ഈ ഗ്യാസ് അടുപ്പും ഈ പറഞ്ഞ കണക്ക് കുറച്ചധികം പഴക്കമുള്ള ഗ്യാസ് അടുപ്പാണ് എൻ്റെത്. പക്ഷേ എനിക്ക് ഇവിടെ താമസിക്കാൻ വന്നപ്പോൾ ഗ്ലാസിൻ്റെ ഗ്യാസ് അടുപ്പ് വാങ്ങിച്ചെങ്കിലും ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അത് മുഴുവൻ ചിന്നി അങ്ങ് പോയി. അന്നേരം പിന്നെ ഞാൻ പിന്നെയും പഴയതങ്ങ് എടുത്ത് വെച്ചേ കേട്ടോ. അത്യാവശ്യം അത് കളയാത്തത് കൊണ്ട് അതെനിക്ക് ഉപയോഗിക്കാൻ പറ്റി. അപ്പം ഇത്രയും സൗകര്യങ്ങളാണ് ഒതുക്കി വെക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിന്നുകളും കുറച്ച് പാത്രങ്ങളൊക്കെ ഉള്ളു കേട്ടോ. വെക്കാൻ സൗകര്യത്തിനും നമ്മൾ ഇവിടുന്ന് വേറൊരു വീട്ടിലോട്ട് മാറേണ്ട ഒരു സാഹചര്യം വരുമ്പം അന്നേരം
കിടന്ന് ഓടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ സാധനമൊക്കെ പെറുക്കുന്ന സമയമാകുമ്പം വാടകക്കാരായതുകൊണ്ട് തന്നെ ആരും സഹായിക്കാനൊന്നും കാണാറില്ല. നമ്മൾ തന്നെ എല്ലാം ഒതുക്കി പെറുക്കണം. അതുകൊണ്ട് ഡ്രസ്സാണെങ്കിലും പാത്രങ്ങളാണെങ്കിലും ഒക്കെ നമുക്ക് ആവശ്യത്തിന് അന്നേരത്തേക്ക് ഉപയോഗിക്കാനുള്ളത് മാത്രമേ വാങ്ങിച്ച് വെക്കാറുള്ളൂ. അല്ലാതെ ഒത്തിരി അങ്ങ് വാങ്ങിച്ച് കൂട്ടിയിടുന്നൊരു പ്രകൃതം അല്ല കേട്ടോ. പക്ഷേ എനിക്ക് പാത്രങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതെല്ലാം വൃത്തിയാക്കി ഒതുക്കി കഴിയുമ്പോഴത്തേക്കും പിന്നെ പെട്ടെന്ന് അഴുക്കാവും. പുറത്തോട്ടും അകത്തോട്ടും ഒക്കെ കയറി ഇറങ്ങുന്നത് കൊണ്ട്. അപ്പോൾ പഴയ വീടായതുകൊണ്ട് നമുക്ക് ഒത്തിരി അങ്ങ് കഴുകി വിടാനൊന്നും പറ്റത്തില്ല കേട്ടോ. നമ്മുടെ പരിമിതി നിന്നുകൊണ്ട് നമ്മൾ എപ്പോഴും അത് ചെയ്യണം. കാരണം ഈ വാഷ് ബേസിൻ്റെ താഴെ അവർ മോട്ടറൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ വെള്ളമൊന്നും വീഴരുതല്ലോ. അപ്പോൾ ഞാൻ തൂത്തിറക്കിയിട്ട് സിങ്കും അത്രയും ഭാഗമൊക്കെ ഒന്ന് ക്ലീനാക്കി വിട്ടു കേട്ടോ. പഴയ ഇപ്പോഴും മുമ്പ് ഉപയോഗിച്ച പുകാറയൊക്കെ നമ്മുടെ ഈ പെരയുടെ മുകളിലൊക്കെ ഉണ്ട്. ചിലപ്പോൾ രാത്രിയിലൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ട് കിടന്നാലും രാവിലെ വല്ല എലിയോ പൂച്ചയൊക്കെ ചാടുമ്പോൾ ഇതെല്ലാം നിലത്ത് കാണും. പിന്നെ ഇതെല്ലാം വൃത്തിയാക്കലാണ് നമ്മുടെ ജോലി. പിന്നെ നമ്മൾ വാടകയ്ക്ക് ആയതുകൊണ്ടും നമ്മുടെ പരിമിതിയൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ടും ഞാൻ അതൊക്കെ അങ്ങ് വൃത്തിയാക്കി സൂക്ഷിക്കും കേട്ടോ. എങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം എല്ലാ അമ്മമാരെയും പോലെ എൻ്റെ അടുക്കള തന്നെ കേട്ടോ. മാക്സിമം ഞാൻ അത് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ നോക്കും. ആദ്യമൊക്കെ വീഡിയോ ഇടുന്ന സമയത്ത് എനിക്ക് മടിയായിരുന്നു. അയ്യോ ഇങ്ങനെ വീഡിയോ ഇടും, എൻ്റെ ഗ്യാസ് അടുപ്പ് പഴയതല്ലേ, എൻ്റെ പാത്രങ്ങൾ പഴയതല്ലേ. പക്ഷേ ഇപ്പം അങ്ങനൊന്നും ഇല്ല കേട്ടോ. ഞാൻ എൻ്റെ സൗകര്യങ്ങളിൽ നിന്ന് മാക്സിമം വീഡിയോ ഇടാനായിട്ട് നോക്കുന്നുണ്ട്. നിങ്ങളും വീഡിയോ കാണുന്നവരും എൻ്റെ സൗകര്യങ്ങളൊക്കെ കണ്ടും മനസ്സിലാക്കി എൻ്റെ ചാനൽ സബ്ബാക്കുമെന്നും എൻ്റെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നു ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാനതെല്ലാം വൃത്തിയാക്കിയിട്ട് വെള്ളം ഒഴിച്ചങ്ങ് കഴുകി വിട്ട് കേട്ടോ. ഒതുക്കിയതിൻ്റെയൊക്കെ നിറച്ചും പൊടിയുണ്ടായിരുന്നേ. 10 മണിക്ക് തുടങ്ങിയതാട്ടോ. ഇപ്പോൾ സമയം 12:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലഞ്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ ക്ലീനിങ്ങിനൊക്കെ ഇറങ്ങിയത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒന്ന് ചോറ് കഴിക്കുക, അതേ ഉള്ളൂ ജോലി. പക്ഷേ നല്ല രീതിയിൽ ടയേർഡായിട്ടുണ്ട്. മുഴുവൻ തേച്ച് കഴിയൊക്കെ ഇറക്കണ്ടായിരുന്നു. അപ്പം ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും എത്രയും പെട്ടെന്ന് എനിക്ക് സ്വന്തമായിട്ടൊരു വീട് സ്ഥലമൊക്കെ ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. അതാകുമ്പം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എല്ലാം ഒതുക്കി പെറുക്കി വെക്കാനും എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അവരുടേതായ കുറേ ഇഷ്ടങ്ങളും. പ്രത്യേകിച്ച് സ്ത്രീകൾക്കെന്നൊക്കെ പറയുമ്പോൾ അടുക്കളയെ പറ്റിയൊക്കെ വലിയ വലിയ കുറേ ഇത് കാണത്തില്ലേ. അങ്ങനെയൊക്കെ കുറേ ഉള്ള ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പം നിങ്ങളും വീഡിയോ കാണുന്നവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പം ഞാൻ മക്കൾക്ക് വേഗം ചോറ് കൊടുക്കട്ടെ. ഇന്ന് ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ വിശേഷങ്ങൾ പറഞ്ഞ് സമയം പോയത് അറിഞ്ഞതേ ഇല്ല. അടുത്ത വീഡിയോയിലും എന്നെപ്പറ്റി കുറേ വിശേഷങ്ങൾ പറയാനുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനപ്പോൾ ചോറ് കൊടുക്കട്ടെ. കുറച്ച് ചക്കയൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതിനെപ്പറ്റി ഒന്നും പറയാനും ഒന്നുമുള്ള സമയം കിട്ടിയില്ല എൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു വന്നപ്പോഴത്തേക്കും. അപ്പോൾ വേഗം ഊണ് കൊടുക്കട്ടെ. ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കക്കറച്ചിയും ചാറുകറിയും പപ്പടമൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കട്ടെ. ടാറ്റാ, ബൈ ബൈ, സീ യു. ഓക്കേ.